ന്യൂ ഇയർ ഒക്കെ വരികയാണ്. ആഘോഷിക്കാൻ എല്ലാവരും റെഡി. ഗ്ലാസുകൾ നിറയ്ക്കാൻ പലരും കാത്തിരിക്കുകയാണ്. നമ്മൾ പറയും ഒരല്പം റിലാക്സ് ചെയ്യാൻ വേണ്ടിയല്ലേ എന്ന്. പക്ഷേ ഒരു നിമിഷം നമ്മൾ എൻജോയ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലെ അവയവങ്ങൾ എന്ത് ചെയ്യുകയാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഹൃദയവും കരളും തലച്ചോറും സംസാരിക്കുമായിരുന്നെങ്കിൽ അവ നമ്മളോട് എന്തായിരിക്കും പറയുക? ഗ്ലാസ് ഉയർത്തുന്നതിനു മുൻപ് മദ്യം നമ്മുടെ ശരീരത്തിനുള്ളിൽ നടത്തുന്ന ആ സർജിക്കൽ സ്ട്രൈക്ക് എന്താണെന്ന് നോക്കാം. ആദ്യം മദ്യം ചെല്ലുന്നത് നമ്മുടെ ഹെഡ് ഓഫീസിലേക്കാണ്, തലച്ചോറിലേക്ക്. മദ്യം ഉള്ളിലെത്തുന്നതോടെ തലച്ചോറിലെ ന്യൂറോണുകൾക്ക് തമ്മിൽ മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാകും. തലച്ചോറിലെ മെമ്മറി സെന്ററായ ഹിപ്പോ ക്യാമ്പസ് പണിമുടക്കും. അതുകൊണ്ടാണ് പാതിരാത്രി കുടിച്ചു കൂത്താടിയിട്ട് പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്നലെ എന്താ സംഭവിച്ചതെന്ന് പലർക്കും ഓർമ്മയില്ലാത്തത്. പിന്നെ ടെൻഷൻ കുറയ്ക്കാൻ കുടിക്കുന്നവരോടൊരു കാര്യം, മദ്യം ചെന്നാൽ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ കൂടുകയാണ് ചെയ്യുന്നത്. അതായത് സ്ട്രെസ് കുറയുകയല്ല, കൂടുകയാണ് ചെയ്യുക. അടുത്തത് കണ്ണുകൾ. മുന്നിലുള്ളത് കാണാം, പക്ഷെ അതെന്താണെന്ന് തലച്ചോറിലേക്ക് സിഗ്നൽ എത്തില്ല. അതുകൊണ്ടാണ് കുടിച്ചു കഴിഞ്ഞാൽ മുന്നിലുള്ളതൊക്കെ രണ്ടായും മൂന്നായും തോന്നുന്നത്. തൊണ്ടയുടെയും അന്നനാളത്തിന്റെയും കാര്യം അതിലും കഷ്ടമാണ്. ആസിഡ് നിറഞ്ഞ മദ്യം തൊണ്ടയിലെത്തുമ്പോൾ അവിടെയുള്ള കോശങ്ങൾ വരളും. വെള്ളം കുടിച്ചാലും മാറാത്ത ദാഹം തോന്നുന്നത് അതുകൊണ്ടാണ്. ഇത് സ്ഥിരമായാൽ അന്നനാളത്തിൽ മുറിവുകൾ ഉണ്ടാകാനും ഭാവിയിൽ ക്യാൻസർ വരെ വരാനും സാധ്യതയുണ്ട്. ഇനിയാണ് പ്രധാനപ്പെട്ട ആൾക്കാർ, ലിവറും പാൻക്രിയാസും. മദ്യം എന്ന് പറയുന്നത് ലിവറിനെ സംബന്ധിച്ച് കൊടും വിഷമാണ്. നമ്മൾ ഗ്ലാസ് കാലിയാക്കുന്ന മുറയ്ക്ക് ആ വിഷത്തെ രക്തത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ ലിവർ ഓവർ ടൈം പണിയെടുക്കുകയാണ്. ലിവറിനെ സഹായിക്കാൻ പാൻക്രിയാസും കഷ്ടപ്പെട്ട് എൻസൈമുകൾ ഉണ്ടാക്കും. ഒടുവിൽ പണിയെടുത്ത് മടുത്ത് ലിവറിന്റെ ഭിത്തികളിൽ കൊഴുപ്പടിഞ്ഞുകൂടും. അതാണ് ഫാറ്റി ലിവർ. ചുരുക്കത്തിൽ ഒരു ടോക്സിക് ബോസിനെ പോലെയാണ് നമ്മൾ. സ്വന്തം സന്തോഷത്തിനു വേണ്ടി ലിവറിനെ കൊണ്ട് പണിയെടുപ്പിച്ച് കൊല്ലുന്നു. ഇവരെല്ലാം കൂടി കഷ്ടപ്പെടുമ്പോൾ ഹൃദയത്തിന് വെറുതെ ഇരിക്കാൻ പറ്റൂ? ഈ അവയവങ്ങളിലേക്ക് രക്തം എത്തിക്കാൻ ഹൃദയം ഇരട്ടി വേഗത്തിൽ പമ്പ് ചെയ്യേണ്ടി വരുന്നു. ബ്ലഡ് പ്രഷർ കൂടുന്നു. അവസാനം കുടലിലേക്ക് എത്തുമ്പോഴേക്കും ദഹനം മൊത്തം അവതാളത്തിലാകും. ആസിഡിറ്റിയും നെഞ്ചരിച്ചിലും ഗ്യാസും ഒക്കെയായി ആകെ മൊത്തം ഒരു യുദ്ധക്കളം. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ പുറത്തെ ഹാപ്പിയായി ചിയേഴ്സ് പറയുമ്പോൾ ഉള്ളിലിരുന്ന് നമ്മുടെ അവയവങ്ങൾ നിലവിളിക്കുകയാണ്. ആഘോഷങ്ങൾ നല്ലതാണ്, പക്ഷെ അത് സ്വന്തം ശരീരത്തെ തകർത്തുകൊണ്ടാകരുത്. ഈ ന്യൂ ഇയർ മുതൽ ആരോഗ്യമുള്ള ശീലങ്ങൾ തുടങ്ങാം. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യൂ. എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ആശംസിക്കുന്നു.